സോഷ്യൽ മീഡിയയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് ദീപ്തി സീതത്തോട് എന്ന് പറയുന്നത്. ദീപ്തി ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. തൻ്റെ അമ്മയുടെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടായിരുന്നു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. തൻ്റെ അമ്മയുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കുറേയധികം അലർജി ഉണ്ട്, ന്യൂമോണിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ആശുപത്രി കൊണ്ടുപോകുന്നു, പിന്നെ ഓർമ്മക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യമേ ആശുപത്രിയിൽ കൊണ്ടുപോയ സമയത്തൊക്കെ അമ്മ ഡോക്ടറിൻ്റെ അടുത്തൊക്കെ പറയുമായിരുന്നു, എന്നെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കണം, ഇവരൊന്നും എന്നെ നോക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഡോക്ടറിനറിയാം ഞങ്ങൾ നല്ല രീതിയിൽ തന്നെയാണ് നോക്കുന്നത് എന്നുള്ളൊരു കാര്യം. പക്ഷേ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാവുന്നില്ല, എന്തുകൊണ്ട് അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കും. നല്ല രീതിയിലായിരുന്നല്ലോ ഇരുന്നത്, പിന്നെ പെട്ടെന്ന് എന്ത് പറ്റി ഇങ്ങനെ ഞങ്ങൾക്കെതിരെയൊക്കെ ഓരോന്ന് സംസാരിക്കാനെന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നാണ് ഇത് കണക്ക് ഡോക്ടറൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് സോഡിയം ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം, എന്തോ അതൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തുള്ള നമുക്ക് ഓരോ കാര്യങ്ങൾ ചിന്തിച്ചെടുക്കാനും അത് കണക്ക് ആലൂസിനേഷൻ പോലെയൊക്കെ തോന്നാൻ തുടങ്ങുമെന്നുള്ള രീതിയിൽ അപ്പോഴാണ് മനസ്സിലായത്. അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ശാരീരിക പ്രശ്നമൊക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ ദീപ്തി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് താഴെ വന്ന് കുറേയധികം പേര് അമ്മയ്ക്കെല്ലാം റെഡിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് കമൻസ് എല്ലാം ഇടുന്നുണ്ടായിരുന്നു. മറ്റു ചിലർ ഇപ്പം അലർജിയും കാര്യങ്ങളൊക്കെ വരുന്നതിൻ്റെ കാര്യം, ഇപ്പം നിങ്ങളുടെ വീട്ടിൽ കുറേയധികം ഡോഗും ഒക്കെ ഇല്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ ആവാം. അതുകൊണ്ട് തന്നെ നിങ്ങളിങ്ങനെ അധികം ഈ ഒരു പട്ടികളെ ഒന്നും വീടിനകത്ത് കയറ്റാതിരിക്കുക, ചിലപ്പോൾ അമ്മയ്ക്ക് അതുകൊണ്ടൊക്കെ അലർജി കൂടാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ ദീപ്തിക്ക് ആശ്വാസമായിട്ട് കമൻസൊക്കെ ഇടുന്നുണ്ടായിരുന്നു.